സൺസിറ്റി ഒരു 2003 സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് മോഡുലാർ കിച്ചണൊന്നും അത്ര പ്രചാരത്തിലില്ല. ഒരു ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്തു വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്തപ്പോൾ വളരെയധികം അവർക്ക് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു, ചെറിയ തോതിലാണെങ്കിൽ നമ്മൾ എല്ലാ ഐറ്റംസും ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. ഓരോ കിച്ചണിൽ വരുന്ന പ്രധാനപ്പെട്ട എലമെന്റ്സ്, ചിമ്മിനി, ഹോബ്, ആക്സസറീസ് കസ്റ്റമർക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ആ സമയത്ത് ചിമ്മിനി പിരമിഡ് ഷേപ്പും ഫ്ലാറ്റ് ടൈപ്പും അതിൻ്റെ ഫിൽറ്റേഴ്സ് ആണെങ്കിൽ ബേസിക് ടൈപ്പുള്ള ഫിൽറ്റേഴ്സ് അന്ന് ഉണ്ടായിരുന്നല്ലോ, അലുമിനിയം മെഷ് ഫിൽറ്റേഴ്സ്. അതുപോലെ തന്നെ ഹോബിലായാലും അന്ന് ഉണ്ടായിരുന്ന സബാബ് ബർണേഴ്സ് ആണ്, വളരെ സ്ലോ കുക്കിങ്ങിലൊക്കെയുള്ള ഒരു പാറ്റേൺ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ വെച്ച് കസ്റ്റമർക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അതുപോലെ കിച്ചൺ ആക്സറീസ് ആയാലും അന്ന് ബേസിക് ആയിട്ടുള്ള ആക്സറീസ് അന്ന് ഉണ്ടായിരുന്നല്ലോ, PVC വയർ ബാസ്ക്കറ്റുകളൊക്കെയാണ് അന്ന് പ്രചാരത്തിലുണ്ടായിരുന്നത്. അതൊക്കെ കൂട്ടി നമ്മൾ എല്ലാം ഒരു നല്ലൊരു മോഡുലാർ കിച്ചൺ കസ്റ്റമർക്ക് ചെയ്ത് കൊടുത്തു. കസ്റ്റമർ നമ്മുടെ ഷോറൂമിൽ വന്ന് കണ്ട പ്രോഡക്ട്സ് അവരത് വീട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്ത് കണ്ടപ്പോൾ അവരുടെ ഒരു ഹാപ്പിനെസ് വേറൊരു ലെവലിലേക്ക് മാറി. കാരണം അത് അതിൻ്റെ ഒരു ഫങ്ഷനാലിറ്റിയും കംഫർട്ടും അവർ കണ്ടപ്പോൾ തന്നെ വളരെയധികം ഹാപ്പി ആയിരുന്നു. നമ്മൾ വളരെ ഹാപ്പി ആയിരുന്നു. അവരുടെ ഒരു സാറ്റിസ്ഫാക്ടറി ലെവലാണ് നമ്മളെ ശരിക്കും മുന്നോട്ട് നയിച്ചത്. നമ്മളെ ഇപ്പോൾ ഈ നിലയിലേക്ക് വളർത്തിയെടുത്തതും നമുക്ക് ഷോറൂംസ് ആയാലും നമ്മുടെ ഫാക്ടറി ആയാലും ഇന്നത്തെ രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വളർത്തിയെടുത്തത് അവരുടെ ആ ഒരു സാറ്റിസ്ഫാക്ടറി മൊമെന്റ് തന്നെയായിരുന്നു. ഇതിനോടൊപ്പം നമ്മൾ ഹോം ഇന്റീരിയർ എലമെന്റ്സും ആഡ് ചെയ്ത് സജീവമായിട്ട് ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിച്ചു.